കണ്ട് പണ്ഡിറ്റ് രമേശ് ജൂലേജി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയാണ്. ബട്ട് ദാറ്റ് ഈസ് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി. ഈ ഗസൽസിനോട് എനിക്ക് ഞാൻ എൻ്റെ ഖാലിദ് സർ അദ്ദേഹം മസ്കറ്റിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹമാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോമാറ്റ് ഒന്നുമില്ല, എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് പാടും. ഹി യൂസ് ടു ഹെൽപ്പ് മീ അങ്ങനെ പാടിച്ച് അതിനോടൊരു കോൺഫിഡൻസ് ലെവലിൽ കിട്ടുമായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവൈസിങ് ഓൺ മൈ ഓൺ. അത് ഇറ്റ് ജസ്റ്റ് കംസ്. ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട്. മഞ്ജരിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന മാസ്കറ്റിലായിരുന്നു. അമ്മയാണോ അച്ഛനാണോ കൂടുതൽ പാട്ടിലോട്ട്? അതിപ്പോ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്ന അമ്മയുടെ കൂടെ. കാര്യം എന്നോട് പറഞ്ഞു, പണ്ട് ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ പോയിട്ട് പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് ആദ്യം കുട്ടി ഇരിക്കാൻ പഠിക്കട്ടെ എന്ന് 2 വയസ്സിൽ കൊണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അപ്പം അമ്മയ്ക്ക് അത്രയും ഒരു ക്രേസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഓഫ്കോഴ്സ് അച്ഛനും ഒന്നും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട്. ഇപ്പൊ ഒരാള് തീർച്ചയായിട്ടും പരിചയം പോലെ നിന്നാൽ എന്തായാലും ഒരാൾക്കും പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വാസ് ഒരു ടീം എഫേർട്ട് പോലെ തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ. ഇപ്പം മൈ ഹസ്ബൻഡ്, ദെൻ മൈ ഇൻലോസ്, എല്ലാവരും ഐ ഹവ് ഗോട്ട് എ വെരി ബിഗ് സർക്കിൾ ഓഫ് പീപ്പിൾ ടു സപ്പോർട്ട് മീ. അപ്പൊ സപ്പോർട്ട് ഇസ് സംതിങ്. കാരണം ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ട് ഇസ് റിക്വയർഡ്. കാരണം ഇത് ഒരുപാട് നമ്മുടെ ഇമോഷനുമായിട്ട് മെന്റൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ ഇതിന് ആവശ്യമാണ്. മഞ്ജരി എങ്ങനെയാണ്? ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ്? അതായത് പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്? യെസ്. പക്ഷെ ഞാൻ പാനിക് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ പാനിക് സിറ്റുവേഷൻ, എനിക്ക് കൂടുതലും പാനിക് സിറ്റുവേഷനിൽ ഒരാളായിട്ട് എല്ലാവരെയും സമാധാനിപ്പിക്കാനാണ് ഇഷ്ടം. അതാ ഇഷ്ടം. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിലൊരു ടെൻഷനാണ്. അത് മറ്റുള്ളവരെ അറിയിക്കാതെ, ബട്ട് അതൊരു നല്ല പീപ്പിൾ മാനേജ്മെന്റ് ആണ് കേട്ടോ. എനിക്കുണ്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പൊതുവേ എനിക്ക് എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂഷ്വലി പ്രൊഫഷൻ വൈസ് സ്റ്റേജിൽ കയറുമ്പോൾ മൈ ഫസ്റ്റ് പെർഫോമൻസിന് മുന്നേ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. വല്ലാതെ എനിക്ക് തണുക്കും, എനിക്ക് വല്ലാതെ നെർവസ് ആവും, ടെൻഷനാവും. ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേർക്കലും ചൂടും, പിന്നെ ഒന്ന് വിശപ്പ്, ട്രാക്കിലായി. അങ്ങനത്തെ ചില അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇറ്റ്സ് റിക്വയർഡ് എന്ന് പറയും ചില സമയത്ത്. നമുക്ക് ആ ഒരു അതൊരു ഓവർ കോൺഫിഡന്റ് ആവാനും പാടില്ലല്ലോ. നമ്മുടെ ഒരു മ്യൂസിക്കിനോടുള്ള ഒരു ഡിവോഷൻ ആണത് എന്ന് പറയാ യൂഷ്വലി. ഇത് ഫസ്റ്റ് പെർഫോമൻസിന്റെ കാര്യം, ഫസ്റ്റ് റെക്കോർഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് റെക്കോർഡിങ് അത് ഒന്നും അറിയാണ്ട് പോകുന്നതല്ലേ. അപ്പൊ സ്കൂളായിട്ട് ചെന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അൽഫോൺസ് ഏട്ടന് വേണ്ടിയാണ്. അത് രഞ്ജിതന്റെ പടമാണ്, ഹെലോ എന്ന് പറഞ്ഞ മൂവി. അതായിരുന്നു അതിന്റെ പേര്. ബട്ട് സംഹൗ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ആ മൂവി. പക്ഷെ അതിൽ 3 പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനിങ്ങനെ ചെല്ലുന്നതിന് എനിക്ക് അൽഫോൺസ് ഏട്ടന്റെ ബ്രദർ ജോമോ ചേട്ടനെ എനിക്ക് നല്ല പരിചയമാണ്. ഞങ്ങൾ മസ്കറ്റിൽ അദ്ദേഹം കീബോർഡ് ക്ലാസ്സസ് എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പരിചയം. അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ജോമോ ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, മോൾ എന്തായാലും വരൂ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചെന്നു. അപ്പം എനിക്ക് വല്ലാത്ത ടെൻഷൻ. ഞാൻ ഇങ്ങനെ ഓരോ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതേത് സ്കെയിലില്ല, ഇതേത് സ്കെയിലില്ല. അപ്പോൾ അവസാനം അൽഫോൺസ് ചേട്ടൻ സൈ കെട്ടിട്ട് പറഞ്ഞു, സാരില്ല മഞ്ജരി, ഒന്നും പേടിക്കണ്ട, ഇത് ഏത് സ്കെയിലാണെങ്കിലും നമുക്കിത് പാടാം, ഡോണ്ട് വറി എന്ന് വെച്ചാൽ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് പോണോ, എന്താണ് എങ്ങനെയായിരിക്കും റെക്കോർഡിങ് ഒന്നും അറിയില്ല. അങ്ങനെ അവിടെ ചെന്നു. 3 ബ്യൂട്ടിഫുൾ സോങ്സ്, നല്ല ബ്യൂട്ടിഫുൾ സോങ്സ്. അത് ആക്ച്വലി ശരിക്കും നല്ല വിഷമമുണ്ട് ആ പാട്ടുകളൊന്നും പുറത്ത് വരാഞ്ഞതില്. അതിന്റെ അതായത് അതൊന്നും ആയില്ല. സാധാരണ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ പോലും പാട്ടുകൾ അല്ല, പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒരു come into the music industry was very gradual. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ. അപ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഇങ്ങനെയായി. ഫസ്റ്റ് പ്രോജക്റ്റ് ഇറങ്ങിയില്ല എന്ന് വെച്ചാൽ വല്ലാത്ത ഹോപ്പ് ഉണ്ടായിരുന്നു, അത് ഇറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ ഒരു ഫില്ലർ സോങ് പാടി. അത് വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞ പടത്തില്
അതിൽ ആ പാട്ട് പടത്തിൽ വന്നില്ല, പക്ഷെ അത് കാസറ്റിലുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തേത് വന്നില്ല, എവിടെയും വന്നില്ല. അടുത്തത് കാസറ്റിലെങ്കിലും വന്നു. അപ്പൊ കുറച്ച് അപ്പം അച്ഛൻ്റെ അടുത്ത് പറയും, ആ ദൈവത്തെ എപ്പം ദൈവത്തെ വിളിക്കുക, ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരി. അപ്പൊ നമ്മുടെ ഒരു കുറേ ടെൻഷനൊക്കെ അങ്ങോട്ട് നമുക്ക് കളയാം. പിന്നെ ഇത് തന്നെ ആലോചിച്ച് നമുക്ക് വല്ലാത്തൊരവസ്ഥയിലെത്തും. 1 തൊട്ട് 3 അടുത്തത് രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷിന്റെ വടക്കും നാഥൻ എന്ന ചിത്രം, അതിലാണ് പാടുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ പാടിയെങ്കിലും ആദ്യം റിലീസായ പാടാം അച്ഛൻ്റെ അമ്മ. അതാ ഞാൻ എപ്പോഴും പെട്ടെന്ന് ശരിക്കും ഇന്നർ സ്റ്റോറീസ് ആണ്. ആക്ച്വലി ഇതൊരു പ്രേക്ഷകൻ കാണുമ്പോൾ അയ്യോ ഇപ്പൊ നമ്മള് ഇത് കേൾക്കുമ്പോ തന്നെ സത്യൻ സാറിന്റെ പടത്തിലല്ലേ എന്ന് അവർ സ്വയമായിട്ട് ചോദിച്ചു കാണും. അതെ. അപ്പോൾ പൊതുവെ നമുക്ക് ഞാൻ എവിടെയും അങ്ങനെ ഇതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ കാര്യം വരുന്ന എല്ലാവർക്കും എവിടെയും പറയാത്ത എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കാണും. സീരിയസ്ലി. അപ്പൊ അത് ആ ഒരു ബോണ്ടിങ്ങിന്റെ ഒരു ഇതായിരിക്കും. അപ്പൊ വല്ലാതെ അതിനുശേഷവും നമ്മൾ വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല, ഞാൻ വളരെ ഇപ്പം ചില ആൾക്കാർ പറയും, ഓ എന്താ മഞ്ജരി ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് വന്നതാണ്, ദുബായിൽ നിന്ന് വന്നു കുറെ കാശ് എറിഞ്ഞു, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഈവൻ ഞാനും കേട്ടു. അപ്പൊ പിന്നെ ഞാൻ ചോദ്യം വേണ്ടല്ലോ, ഞാൻ തന്നെ ഉത്തരം തന്നു. അപ്പൊ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു പറഞ്ഞു മഞ്ജരി വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് വന്നില്ല അവാർഡ് കളക്ട് ചെയ്യാൻ. അവാർഡ് എന്ന് പറയുന്നത് ആരും വരാതിരിക്കില്ല, എത്ര വലിയ അവാർഡ് എന്തൊക്കെ പറഞ്ഞാലും അനൗൺസ് ചെയ്തു. ആ സമയത്ത് എല്ലാ ചാനൽസിലും ഒക്കെ വലിയൊരു നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഈ ഡേറ്റ് വരെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് വേൾഡ് ടൂറിൽ കച്ചേരി ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എനിക്ക് എവിടെ വന്ന് ഇത് കളക്ട് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ വിഷമം എന്ന് പറയുന്നത് അവിടെ ഇരുന്നിട്ട് പാടുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു വിഷമമുണ്ട്. പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, കൂടുതൽ വിഷമായി. അങ്ങനെ ഒരു 2-3 വർഷമൊക്കെ ഇത് കഴിഞ്ഞ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ട് കുറച്ചൊന്ന് ബോൾഡായി. ആക്ച്വലി കുറച്ചൊന്ന് ബോൾഡായി എന്ന് വെച്ചാൽ ഇനിയിപ്പോ വരുന്ന പോലെ കറക്റ്റ്. കാര്യം നമ്മൾ കുറേയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത്രയല്ലേ കേട്ടുള്ളൂ, വരട്ടെ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റിലെത്തും നമ്മൾ. അപ്പം അല്ല എനിക്ക് ഒരുപാട് ഇപ്പം എന്നെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എനിക്ക് എന്നും മെസ്സേജസ് അയക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി വെൽ വിഷസ് തരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ആലോചിക്കുക. കറക്റ്റ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അവർ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറും. കുറച്ച് സമയം കഴിയുമ്പോൾ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറി എല്ലാവരും ഒത്തുചേരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ മുന്നോട്ടുള്ള പോക്ക്. സോ ഐ സ്റ്റിൽ ഫീൽ ഇപ്പം അന്നത്തെ ഞാൻ നിന്നും ഇന്നിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, എനിക്കും മാറ്റം വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ആൾക്കാർക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ ചിലപ്പം ഒന്ന് പകച്ചു നിന്നിട്ടുണ്ടാവാം. അല്ല, പക്ഷെ മഞ്ജരിയെ കുറിച്ച് ഞാൻ പറയാം. അല്ല, ഒരിക്കലില്ല. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം മഞ്ജരിക്ക് ജാട എന്ന് പറഞ്ഞാൽ ഇറ്റ് മാറ്റേഴ്സ്. സീരിയസ്ലി ഞാൻ പറയാം, ദൂരെ നിന്ന് ഒരാളോട് നമുക്ക് നെറ്റിൽ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റൂല, എനിക്ക് ജാടയില്ല കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് അടുത്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്, നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴാണ് അയ്യോ അല്ലല്ലോ അവർ വളരെ നല്ല ആൾക്കാരല്ല, അവർ വളരെ ഇന്നസെന്റ് ആണെന്ന് അറിയുന്നത്. പക്ഷെ അത് നമുക്ക് നെറ്റിൽ ഒട്ടിച്ചു നോക്കാം, എനിക്ക് ജാടയില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അത് അടുത്ത് ഇടപഴകുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ആ ഒരു ഷെൽ പൊതുവേ ഞാൻ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമുക്കൊരു സേഫ്റ്റിയാണത്, നമ്മുടെ ആ ഒരു സേഫ്റ്റിയാണ് നമ്മുടെ ആ ഒരു ഷെൽ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമില്ല. കറക്റ്റ്. സോ ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ അറിയുന്നതോറും അവർ മനസ്സിലാക്കും നമ്മൾ എന്താണ്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും ഈസിലി. അത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, ഇറ്റ്സ് ലൈക്ക് വൈ ഡു യു വോണ്ട് ടു ടേക്ക് പീപ്പിൾ സോ സീരിയസ്ലി? ദേ ആർ ടേക്കിംഗ് യു ലൈറ്റ്ലി, വൈ ഡു യു വോണ്ട് ടു ടേക്ക് ദം സീരിയസ്ലി? മഞ്ജരിയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്കൂളിംഗ് അല്ല, മസ്കറ്റിലായിരുന്നു. അപ്പം
തിരിച്ച് നാട്ടിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കസിൻസ്, സ്കൂൾ? അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ലീവ് ടൈം ജൂൺ ജൂലൈ ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇവരൊക്കെ കൂടെ സ്കൂളിൽ പോകും. ഇവരുടെ ഒരു വെക്കേഷൻ